വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ക്ലാസ്സിൽ നമ്മൾ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചാണ് പഠിക്കണേ. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ 2 പഞ്ചവത്സര പദ്ധതികളും ഹരിത വിപ്ലവം, ധവള വിപ്ലവം തുടങ്ങിയ ടോപ്പിക്കും പഠിച്ചു കഴിഞ്ഞു. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതേ രീതിയിൽ ഗൗരവത്തോടുകൂടി നമ്മൾ പഠിക്കുക. 2-3 ക്ലാസ്സോടുകൂടി നമ്മുടെ ഈ 2 ക്ലാസ്സോടുകൂടി എങ്ങനെയായാലും സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന മേഖലയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ സിലബസിലുള്ള ഭാഗം നമ്മൾ കവർ ചെയ്യും. അപ്പോൾ കേരളത്തിലെ എന്താ പറയാ, സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററി ഇനി അധികമില്ല, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ചും കൂടി കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. കുറച്ച് കാര്യങ്ങൾ ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തുണ്ട്. അതുപോലെ കേരള ഫാക്സ്, ഇന്ത്യ ഫാക്സ് തുടങ്ങിയ കാര്യങ്ങൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുറേ ഭാഗങ്ങൾ, ഇതുവരെയുള്ള കുറേ ഭാഗങ്ങൾ നിങ്ങൾ പരീക്ഷയ്ക്കുള്ളത് പഠിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കണം. ഇനി നമുക്ക് കുറച്ച് സയൻസ്, അതുപോലെ തന്നെയുള്ള മാത്സ്, പിന്നെ ജോഗ്രഫി ഭാഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതൊക്കെ തന്നെ പഠിക്കാനുള്ളൂ. സൈഡിൽ കൂടെ നമ്മൾ സ്റ്റേറ്റും നവോത്ഥാന നായകന്മാരും ജില്ലയും പഠിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ സ്റ്റേറ്റ് ഏകദേശം എന്താ പറയാ, കുറച്ച് 3-4 നിങ്ങൾ പഠിച്ചു. ജില്ലകൾ നമ്മുടെ കഴിയാറായിട്ടുണ്ട്. അപ്പൊ ജില്ല കഴിയുമ്പോൾ നവോത്ഥാന നായകന്മാർ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ കൂടുതൽ പഠിച്ചു പോവാട്ടോ. അപ്പൊ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം മാത്രമാണ് നമുക്ക് ആർക്കായാലും ഒരു എന്താ പറയാ, ജോലിയിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾ ദിവസങ്ങൾ ഇങ്ങനെ ഇതുവരെ PSC എന്താ പറയാ ഡേറ്റ് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സിലബസ് പറഞ്ഞിട്ടില്ല. സിലബസ് സാധാരണ രീതിയിലുള്ള സിലബസ് തന്നെയാണ്, മുമ്പ് വന്നത് സിലബസ് തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. ഇനിയിപ്പോ പ്രിലിംസ്, മെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അപ്പോഴും എന്താ പറയുന്നത്, ഈ പഠിച്ചത് തന്നെയാണ് നമുക്ക് വീണ്ടും മെയിൻസിനും പഠിക്കാണ്ടാവുക. അപ്പൊ അതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇപ്പൊ നല്ല രീതിയിൽ പഠിച്ചു വെച്ചാൽ. ഇനി ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആകെ നമ്മുടെ കയ്യിൽ വിരലിൽ ഉണ്ടാവുന്ന ദിവസം മാത്രം ഉണ്ടായിട്ട് നമുക്ക് അന്ന് പഠിക്കാമായിരുന്നു എന്ന് തിരിഞ്ഞു നോക്കിയിട്ട് യാതൊരുവിധ കാര്യമില്ല. നിങ്ങൾക്കൊരു ജോലി വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഞാൻ എന്ത് നിങ്ങളോട് പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്കറിയാം. അത് നമ്മൾ തന്നെ സ്വയം വിചാരിക്കണം. അപ്പോൾ സമയം ഞാൻ കളയണില്ല വെറുതെ കാര്യങ്ങൾ പറഞ്ഞിട്ട്. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കണേ. അഞ്ചാം പഞ്ചവത്സര പദ്ധതി അപ്പൊ നമ്മള് 4 പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് ക്ലിയർ ആയിട്ട് പഠിച്ചു. ഇപ്പോൾ അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഏത് കാലത്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ലക്ഷ്യങ്ങൾ എന്താണ്, എന്തൊക്കെ പുരോഗതിയാണ് ഇന്ത്യയിൽ ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. 1974 മുതൽ 1979 വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതിയെ നമ്മൾ അഞ്ചാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നു. നമുക്കറിയാം, നമ്മൾ കുറെ യുദ്ധങ്ങൾ വന്നു, പ്ലാൻ ഹോളിഡേ വന്നു അല്ലെ. ഈ യുദ്ധങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാൻ വേണ്ടിയിട്ടാണ് ഹരിത വിപ്ലവം അല്ലെ, ധവള വിപ്ലവം, കാർഷിക മേഖലയെ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ടുവന്നത്. അതിൽ നിന്ന് നമുക്കറിയാം, അതായത് 80-90% ആൾക്കാരും സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കർഷകരായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ മക്കളെ നിങ്ങൾ പറയണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വേർഡാണ് ഗരീബി ഹഠാവോ അല്ലെ. ഗരീബി ഹഠാവോ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ദാരിദ്ര്യം ഇല്ലാണ്ടാക്കുക അല്ലെ. ഗരീബി ഹഠാവോ എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള മുദ്രാവാക്യം ഏത് പഞ്ചവത്സര ആരുടെയാണ്? നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ അല്ലെ. ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹഠാവോ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഈ മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ തന്നെ ഓരോ ആൾക്കാരും കൃത്യമായിട്ട് ജോലി ചെയ്യുമ്പോൾ ജോലിക്ക് എന്താണ് കൃത്യമായിട്ടുള്ള കൂലി, ഭക്ഷണം, ജോലിക്ക് കൂലി ഭക്ഷണം, ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചതും ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എങ്ങനെയാ നമുക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്താൻ പറ്റുക? കാർഷിക മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാക്കുക. അപ്പൊ കാർഷിക മേഖലയുടെ പുരോഗതി, ആ പുരോഗതിക്ക് വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ആ പുരോഗതിയിലൂടെ നമുക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്താം. ഇനി ദാരിദ്ര്യ നിർമ്മാർജ്ജനം മാത്രം പോരാ, എന്താണ് നമ്മൾ പ്രതിരോധ മേഖലയിൽ, ഇന്ത്യൻ പ്രതിരോധ മേഖലയിലും സ്വാശ്രയത്വം നേടുക എന്നൊരു ലക്ഷ്യം, അങ്ങനെ ഒരു ലക്ഷ്യം കൂടി. രണ്ടാമത്തെ ഒബ്ജക്റ്റ് എന്തായിരുന്നു?
പ്രതിരോധ മേഖലയില് സ്വാശ്രയത്വം, പ്രതിരോധ മേഖലയിൽ കേട്ടോ, പ്രതിരോധ മേഖലയിൽ എന്തുണ്ടാക്കുക, സ്വാശ്രയത്വം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം കൂടി നമുക്ക് ഉണ്ടായിരുന്നു എന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. ഇനി അടുത്തത് കാർഷികോൽപാദനം, അതുപോലെ തന്നെ ജലവിതരണം. കാർഷികം പുരോഗതി ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം, നല്ല രീതിയിലുള്ള ജലസേചന സൗകര്യങ്ങളൊക്കെ ഉണ്ടാവണം അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പദ്ധതി ആരംഭിച്ചു. അപ്പൊ കാർഷിക പുരോഗതിക്ക് വേണ്ടിയിട്ട് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പദ്ധതി, കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പദ്ധതി ആരംഭിച്ചത് ഏത് കാലത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ തന്നെ ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇരുപതിന പരിപാടികൾ. എന്താ ഇരുപതിന പരിപാടികൾ ആരാണ് ആരംഭിച്ചത്? ഇരുപതിന പരിപാടി ആരംഭിച്ചത് ആരാണ്? നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ്. അപ്പൊ ഇന്ദിരാഗാന്ധി ഇരുപതിന പരിപാടി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും 5ാം പഞ്ചവത്സര പദ്ധതി ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് അംഗൻവാടികളെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പൊ സമഗ്രമായിട്ടുള്ള ശിശു വികസനം ലക്ഷ്യമാക്കി ICDS പദ്ധതി, അതായത് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം, അതിന്റെ മലയാളമാണ് നിങ്ങളോട് ചോദിക്കുക. കാരണം എന്തുകൊണ്ടാണെങ്കിൽ നമ്മൾക്ക് മലയാളത്തിലെ പരീക്ഷ. സമഗ്ര ശിശു വികസന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? കുറേയധികം പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് ആരംഭിച്ചത് 1975 ഒക്ടോബർ മാസം 2-ാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ശിശുക്കളുടെ വികസനത്തിന് വേണ്ടിയിട്ട്. അതായത് ഇപ്പൊ നമുക്കറിയാലോ, അതായത് പല എന്താ പറയാ, ഈ ജനിക്കുമ്പോൾ തന്നെ കുട്ടികളുടെ മരണം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി ഇല്ലാത്ത കുട്ടികൾ, അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്ത കുട്ടികൾ. കാരണം എന്താണ്? ദാരിദ്ര്യം തന്നെയാണ് കാരണം. അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ കുട്ടികൾ മരിക്കുക, അല്ലെങ്കിൽ എന്താ ജനനശേഷം കുട്ടികൾ മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്ക് കൃത്യമായിട്ട് എന്തില്ലാത്തതുകൊണ്ടാണ്? ഭക്ഷണവും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും, അത് കഴിഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ICDS പരിപാടിയും ഒക്കെ നമ്മൾ തുടങ്ങി എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത, ഇത് കാലാവധി പൂർത്തിയാക്കിയില്ല എന്നാ പറയണേ. അപ്പൊ കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി ഏതാണ്? കാലാവധി പൂർത്തിയാക്കിയില്ല. എന്തുകൊണ്ടാ കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി എന്ന് 5ാം പഞ്ചവത്സര പദ്ധതിയെ വിളിക്കാനുള്ള എന്താ കാരണം? മൊറാർജി ദേശായിയുടെ കീഴിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ആരുടെ കീഴിൽ? മൊറാർജി ദേശായിയുടെ കീഴിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അങ്ങനെ അധികാരത്തിൽ വന്നപ്പോ 5ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് 1978-80 കാലത്ത് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് റോളിംഗ് പ്ലാൻ. നേരത്തെ നമ്മൾ എന്താ ആരംഭിച്ചെന്നാ പറഞ്ഞ്? നേരത്തെ നമ്മൾ വാർഷിക പദ്ധതി കൊണ്ടുവന്നു അല്ലെ, പ്ലാൻ ഹോളിഡേ ഉണ്ടായിപ്പോ. അപ്പൊ ഇവിടെ എന്താ ഉണ്ടായേ? റോളിംഗ് പ്ലാൻ കൊണ്ടുവന്നു. അപ്പൊ റോളിംഗ് പ്ലാന്റെ കാലഘട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 1978-80 കാലഘട്ടത്തിലാണ്. ഏത് പഞ്ചവത്സര പദ്ധതിയുമായിട്ട് റോളിംഗ് പ്ലാൻ റിലേറ്റഡ് ആണ്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. അങ്ങനെ റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഗുണ്ണർ മിർത്രാൽ. ആരാണ്? ഗുണ്ണർ മിർധാൽ ട്ടോ. ഗുണ്ണർ മിർധാൽ എന്ന് പറയുന്ന വ്യക്തിയാണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത്. അപ്പൊ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെന്റ് ആണ്. അപ്പൊ ഇത്രയാണ് 5ാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് പറയാനുള്ളത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? 1974 മുതൽ 79 വരെയുള്ള കാലഘട്ടത്തിൽ 5ാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, കാർഷിക മേഖലയിലെ പുരോഗതി, പ്രതിരോധ മേഖലയിലെ സ്വാശ്രയത്വം എന്നീ ലക്ഷ്യങ്ങളോടുകൂടി നിലവിൽ വന്ന ഈ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ജോലിക്ക് കൂലി, ഭക്ഷണം, ഗരീബി മുദ്രാവാക്യങ്ങൾ ഉയർന്നു വന്നത് എന്ന് മനസ്സിലാക്കാം. ഈ കാർഷിക പുരോഗതിയെ ലക്ഷ്യമാക്കി, അല്ലെങ്കിൽ കാർഷിക മേഖലയ്ക്കും ജലസേചന സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടി കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് സ്കീം ആരംഭിച്ചതും 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 20ദിന പരിപാടി ഇന്ദിരാഗാന്ധി അവതരിപ്പിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്ന് ചോദിച്ചാൽ 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താന്ന് പറയും. സമഗ്ര ശിശു വികസനത്തിനായി ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം അഥവാ ICDS പദ്ധതി 1975 ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മൾ ആരംഭിക്കുകയുണ്ടായി. ഈ പദ്ധതി 5ാം പഞ്ചവത്സര പദ്ധതിയാണ് കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി എന്നറിയപ്പെടുന്നത്. കാരണം മൊറാർജി ദേശായിയുടെ കീഴിലുള്ള ജനതാ ഗവൺമെന്റ് 1978 കാലയളവിൽ വന്നപ്പോ
78-80 അദ്ദേഹം റോളിംഗ് പ്ലാൻ കൊണ്ടുവരികയാണ്. അതായത് ഗുണ്ണർ മിർധാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ നിർദ്ദേശപ്രകാരം റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് ആരാണ്? മൊറാർജി ദേശായി ആണ് എന്നും കൂടി നമ്മൾ ഓർത്തു വെക്കുക. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ മക്കളെ? ഇനി നമ്മൾ എന്താ പഠിക്കണേ? ആറാം പഞ്ചവത്സര പദ്ധതി, ഇന്ത്യയിലെ ആറാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ആറാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നമ്മൾ നടപ്പിലാക്കിയ എന്ന കാര്യങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്. ആറാം പഞ്ചവത്സര പദ്ധതി 1980 മുതൽ 1985 വരെയുള്ള കാലയളവിലെ പദ്ധതിയാണ് ആറാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ആറാം പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി പോലെ തന്നെ ദാരിദ്ര്യം ഇല്ലാതാക്കുക ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുത്ത ലക്ഷ്യം എന്താണ്? സാങ്കേതിക വിദ്യക്ക് ഉയർച്ച വേണം. സാങ്കേതിക വിദ്യയുടെ ഉയർച്ച ഇതിന്റെ ഒരു ലക്ഷ്യമായിരുന്നു. ഇനി ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ പിന്നെ വീണ്ടും പട്ടിണി നിരക്ക് കുറയ്ക്കുക എന്ന് പറയണ്ട, അതും ബുക്കിൽ പറയുന്നുണ്ട്. അതായത് പട്ടിണിയുടെ നിരക്ക് കുറയ്ക്കുക, ദാരിദ്ര്യം ഇല്ലാണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പട്ടിണി കുറയ്ക്കുക എന്ന് തന്നെയാണ്. ദാരിദ്ര്യവും പട്ടിണി എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ പട്ടിണി നിരക്ക് കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു വഴി ജനസംഖ്യാ വളർച്ച നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ജനസംഖ്യാ വളർച്ച നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലക്ഷ്യങ്ങളായിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ക്ലിയർ ആയോ? അപ്പൊ എന്തൊക്കെയാണ് ആറാം പഞ്ചവത്സര പദ്ധതി കാലത്തെ ലക്ഷ്യങ്ങൾ എന്നൊന്ന് പറഞ്ഞേ നിങ്ങൾ? ദാരിദ്ര്യ നിർമ്മാർജ്ജനം അല്ലെങ്കിൽ പട്ടിണി നിരക്ക് കുറയ്ക്കുക, സാങ്കേതിക വിദ്യയിലുള്ള ഉയർച്ച, അല്ലെ, അതുപോലെ ജനസംഖ്യാ വളർച്ചാ നിയന്ത്രണം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് നിലവിൽ വന്ന പദ്ധതിയാണ് ആറാം പഞ്ചവത്സര പദ്ധതി എന്ന് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. ആറാം പഞ്ചവത്സര പദ്ധതി കുട്ടികളുടെയും അതുപോലെ തന്നെ സ്ത്രീകളുടെയും ഒക്കെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും കൊണ്ടുവന്നു. അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് DWCRA. എന്താണ് DWCRA എന്ന് പറയുന്ന പദ്ധതി? എന്താ DWCRA എന്ന് പറഞ്ഞ? ഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെന്റ് ആണ്. എന്താണ് ഡെവലപ്മെന്റ് ഓഫ്? W പറഞ്ഞ എന്താണ്? വുമൺ. ഡെവലപ്മെന്റ് ഓഫ് വുമൺ. സി പറഞ്ഞ എന്തായിരിക്കും? ചൈൽഡ്, അല്ലെ? ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഇൻ എവിടത്തെയാണ്? റൂറൽ ഏരിയാസ്. കണ്ടോ? അതായത് ഗ്രാമപ്രദേശങ്ങളിലുള്ള കുട്ടികളുടെയും സ്ത്രീകളുടെയും പുരോഗതിക്ക് വേണ്ടി DWCRA, ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഇൻ റൂറൽ ഏരിയാസ് എന്ന പദ്ധതി ആവിഷ്കരിച്ചത് ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി അടുത്തത് NREP എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നു. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. എന്താണ് NREP? നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. അതുപോലെ തന്നെ എന്താണ് അടുത്തത്? RLEGP. അടുത്ത പദ്ധതിയാണ് RLEGP, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. അതായത് ഭൂരഹിതരായിട്ടുള്ള ആൾക്കാർ, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. അടുത്തത് IRDP, ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നിവ നടപ്പിലാക്കിയത്, ഈ പദ്ധതികൾ നടപ്പിലാക്കിയത്, പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? DWCRA. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് മക്കളെ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് പഠിച്ചു വെക്കുക. NREP, RLEGP, IRDP, DWCRA തുടങ്ങിയ പദ്ധതികൾ നിലവിൽ വന്നത് ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. NREP, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, RLEGP, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, IRDP, ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, DWCRA, ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഇൻ റൂറൽ ഏരിയാസ്. ഇത്തരം സംഗതികളുടെയൊക്കെ പൂർണ്ണരൂപം സാധാരണ LTC പരീക്ഷയ്ക്ക് നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. 1980-85 കാലയളവിലാണ് ആറാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നത്. ദാരിദ്ര്യം കുറയ്ക്കുക, പട്ടിണി നിരക്ക് കുറയ്ക്കുക, ജനസംഖ്യാ വളർച്ച നിയന്ത്രിക്കുക, സാങ്കേതിക വിദ്യയിലുള്ള ഉന്നമനം, ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിലവിൽ വന്ന ഈ പദ്ധതി എന്താ പറയുന്നത്? കൈവരിച്ച വാർഷിക വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? 5.4% വളർച്ചാ നിരക്കാണ് കൈവരിച്ചത്. എത്രയാണ്? 5.4%. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ 7th പ്ലാനിലേക്ക് പോവാണ്. ഏഴാം പഞ്ചവത്സര പദ്ധതി അഥവാ 7th
സെവൻത് 5 ഇയർ പ്ലാൻ ആരംഭിക്കുന്നത് 1985 മുതൽ 1990 വരെയുള്ള കാലഘട്ടത്തിൽ നിലനിന്നതാണ്. 85-ൽ ആരംഭിച്ച് 90 വരെയാണ്. ഈ പഞ്ചവത്സര പദ്ധതി കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി കഴിഞ്ഞു അല്ലെ? ഇന്ദിരാഗാന്ധിയുടെ കാലം കഴിഞ്ഞു. അപ്പൊ അവിടെ അടുത്തത് ആര് വന്നു? രാജീവ് ഗാന്ധി വന്നു. എന്തായിരുന്നു അദ്ദേഹം ലക്ഷ്യമിട്ടത്? അതായത് കൂടുതൽ തൊഴിലവസരങ്ങൾ ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ആൾ കുറച്ചും കൂടി മോഡേൺ ആയിരുന്നു. അപ്പൊ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്താമെന്ന് ആർക്ക് മനസ്സിലായി? നമ്മുടെ രാജീവ് ഗാന്ധിക്ക് മനസ്സിലായി. തൊഴിലവസരങ്ങൾ കൊടുക്കുക. ഇനി എന്താണ് നമ്മള് ദാരിദ്ര്യം ഇല്ലാണ്ടാക്കണമെങ്കിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങള് എന്താണ്? ഉൽപ്പാദിപ്പിക്കുക. അപ്പൊ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം നടത്തുക, കൂടുതൽ തൊഴിലവസരങ്ങൾ കൊടുക്കുക ആൾക്കാർക്ക്. ഈ ലക്ഷ്യത്തോടു കൂടി രാജീവ് ഗാന്ധിയുടെ കാലത്ത് അദ്ദേഹം 7-ാം പഞ്ചവത്സര പദ്ധതി 1985-90 കാലഘട്ടത്തിൽ കൊണ്ടുവരികയാണ്. ഈ പദ്ധതി കാലത്ത് എന്താ പറയുന്നത്? വളരെയധികം വാർത്താവിനിമയ ഗതാഗത രംഗത്ത് പുരോഗതി കൈവരിച്ചു. അപ്പോ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ വാർത്താവിനിമയ ഗതാഗത രംഗത്ത് പുരോഗതി കൈവരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ ഇന്ത്യയുടെ സാങ്കേതിക വളർച്ച ഒത്തിരി അത്യാവശ്യം നല്ല രീതിയിൽ സാങ്കേതികപരമായിട്ട് ഇന്ത്യ ഉയർച്ച പ്രാപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജീവ് ഗാന്ധിയുടെ സഹായത്താലാണ്. അപ്പൊ രാജീവ് ഗാന്ധിയുടെ കാലത്താണ് രാജീവ് ഗാന്ധിക്ക് ഈ സാങ്കേതിക കാര്യങ്ങൾ ഒക്കെ ഉപദേശിച്ചു കൊടുക്കാൻ ഒരു ഉപദേഷ്ടാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സാം പിത്രോഡ എന്നാണ്. അപ്പൊ സാം പിത്രോഡ എന്ന സാങ്കേതിക ഉപദേഷ്ടാവിന്റെ നിർദ്ദേശപ്രകാരം വാർത്താവിനിമയ രംഗത്ത് വളരെയധികം പുരോഗതി കൈവരിക്കാൻ ആർക്ക് സാധിച്ചു എന്നുള്ളതാണ് 7-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് രാജീവ് ഗാന്ധിക്ക് സാധിച്ചു എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം. ഈ പദ്ധതി കാലത്ത് 6% വാർഷിക പുരോഗതി കണ്ടു. 0.5% കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 0.6%. നേരത്തെ 5.4 പറഞ്ഞേ, ഇവിടെ 6 പറഞ്ഞു. ഇപ്പൊ 6% വളർച്ചാ നിരക്ക് കൂട്ടി 6%ത്തിലേക്ക് വളർച്ചാ നിരക്ക് കൈവരിക്കാൻ സാധിച്ചു. ഇനി അടുത്തത് ഇദ്ദേഹത്തിന്റെ കാലത്ത് NREP നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോഗ്രാമും അതുപോലെ തന്നെ RLEGP എന്ന് പറയുന്ന പ്രോഗ്രാമും, ഏതാണ്? RLEGP, ഈ 2 പ്രോഗ്രാമും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അദ്ദേഹം JRY ജവഹർ റോസ്കർ യോജന എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നു. അപ്പൊ ഇത് കൊണ്ടുവന്നത് 1989 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. മുന്നൊക്കെ പരീക്ഷയ്ക്ക് ഈ യോജനകൾ പ്രത്യേകം എടുത്ത് പഠിക്കാൻ പറയാറുണ്ട്. ഇപ്പൊ ഇടയ്ക്കൊക്കെ ചോദിക്കാറുള്ളൂ, എന്നാലും നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോ NREP, RLEGP പദ്ധതികൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് ജവഹർ റോസ്കാർ യോജന. ആരുടെ കാലത്ത്? രാജീവ് ഗാന്ധിയുടെ കാലത്ത് വന്ന വർഷം 1989 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ 7-ാം പഞ്ചവത്സര പദ്ധതി 1985-90 കാലഘട്ടത്തിലാണ്. രാജീവ് ഗാന്ധിയുടെ കാലത്താണ്. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ഭക്ഷ്യ ഉൽപാദനം കൂട്ടുക, ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം കൂട്ടുക എന്നൊക്കെയായിരുന്നു ഉദ്ദേശം. സാങ്കേതിക വിദ്യയിൽ നല്ല രീതിയിലുള്ള ഉയർച്ച വാർത്താവിനിമയ മേഖലകളിലൊക്കെ ഉണ്ടായി. അതിന് കാരണക്കാരൻ രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവായ സാം പിത്രോഡയാണ്. 6% വളർച്ചാ നിരക്ക് നമുക്ക് കൈവരിക്കാൻ പറ്റി. NREP, RLEGP പദ്ധതികൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ജവഹർ റോസ്കാർ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി 1989 ഏപ്രിൽ 1-ന് കൊണ്ടുവരികയും ചെയ്തു. ഇനി അടുത്തത് 1990 മുതൽ 92 വരെയുള്ള കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ ഇതിൽ വീണ്ടും പഠിക്കുകയാണ്. 1990, 92 കാലഘട്ടത്തിൽ എന്ത് നടന്നു? വീണ്ടും വാർഷിക പദ്ധതി വരികയാണ്. 1990, 92 കാലഘട്ടത്തിൽ വീണ്ടും എന്താ പറഞ്ഞേ? വാർഷിക പദ്ധതി വരികയാണ്. 7-ാം പഞ്ചവത്സര പദ്ധതിക്കും 8-ാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഈ വാർഷിക പദ്ധതി. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മുടെ PV നരസിംഹറാവുവിന്റെ കാലത്ത് ഇന്ത്യയിൽ ന്യൂ ഇക്കണോമിക് പോളിസി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ന്യൂ ഇക്കണോമിക് പോളിസി അഥവാ പുത്തൻ സാമ്പത്തിക നയം. എന്താണ്? അങ്ങനെയും പറയൂ കേട്ടോ. ന്യൂ ഇക്കണോമിക് പോളിസി അഥവാ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത് ഏത് കാലഘട്ടത്തിലാണ്? ഈ വാർഷിക പദ്ധതികളുടെ കാലഘട്ടത്തിലാണ്. ആ സമയത്ത് ആരായിരുന്നു ധനമന്ത്രി എന്നുകൂടി നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ്. വളരെ പ്രാധാന്യമുണ്ട് അദ്ദേഹത്തിന്.
റിസർവ് ബാങ്കിന്റെ ഗവർണർ പദവിയിലൊക്കെ ഇരുന്നിട്ടുള്ള ആളാണ്. ഇപ്പൊ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു, അദ്ദേഹം ധനമന്ത്രിയായിരുന്ന കാലാണ്. ഏതാണ്? മൻമോഹൻ സിംഗ് ആണ് വ്യക്തി, അറിയാലോ. അപ്പോ വാർഷിക പദ്ധതി അല്ലെ, വാർഷിക 7ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇങ്ങനെ ഒരു വാർഷിക പദ്ധതി കൊണ്ടുവന്നത്. പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവന്നു അല്ലെ. പുത്തൻ സാമ്പത്തിക നയം അവതരിപ്പിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? അല്ല, ഏത് പദ്ധതി കാലത്താണ്? 90-92 വാർഷിക പദ്ധതി കാലത്താണ്. അത് 7ാം പഞ്ചവത്സര പദ്ധതിക്കും 8ാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയിലാണ്. ഈ പുത്തൻ സാമ്പത്തിക നയം അഥവാ ന്യൂ ഇക്കണോമിക് പോളിസി കൊണ്ടുവന്നുല്ലോ. അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എന്തായിരുന്നു? ഒന്ന്, ഉദാരവൽക്കരണം. 3 ലക്ഷ്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഒന്ന്, ഉദാരവൽക്കരണം. അടുത്തത് സ്വകാര്യവൽക്കരണം. എന്താണ്? സ്വകാര്യവൽക്കരണം. അടുത്തത് ആഗോളവൽക്കരണം. അപ്പൊ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് 1991 പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവന്നത് ആരാണ്? പി വി നരസിംഹറാവു ആണ്. ആരാണ്? പി വി നരസിംഹറാവു. അപ്പോ ആരായിരുന്നു നമ്മുടെ ധനമന്ത്രി? ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ധനമന്ത്രി എന്നും കൂടി ഓർത്തു വയ്ക്കാം. 7ാം പഞ്ചവത്സര പദ്ധതി 1980, 85, 90 കാലഘട്ടത്തിൽ, രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം കൂടുതൽ തൊഴിലവസരങ്ങൾ കൊണ്ടുവരാനും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം കൂട്ടാനും വേണ്ടി ആ സമയത്ത് ശ്രമിച്ചു. വാർത്താവിനിമയ മേഖലകളിൽ ധാരാളം പുരോഗതി ഉണ്ടായി. സാങ്കേതിക രംഗത്ത് വളരെയധികം ഉയർച്ച കൈവരിച്ചു. സാങ്കേതിക രംഗത്ത് ഉയർച്ച ഉണ്ടാവാൻ കാരണം സാംബിത് റോഡ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സാങ്കേതിക ഉപദേഷ്ടാവാണ്. 6% വളർച്ചാ നിരക്ക് കൈവരിച്ചു. NREP, RLGP പദ്ധതികൾ കൂടി യോജിപ്പിച്ച് ജവഹർ റോസ്കർ യോജന എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നു 1989 ഏപ്രിൽ 1-ന്. ഇനി 7ാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞ് 8ാം പഞ്ചവത്സര പദ്ധതിക്ക് ഇടയിൽ 2 വാർഷിക പദ്ധതികൾ വന്നു. 90, 91, 92 കാലയളവില് നരസിംഹറാവുവിന്റെ കാലത്താണ്. അദ്ദേഹം ആ സമയത്ത് പുത്തൻ സാമ്പത്തിക നയം അഥവാ ന്യൂ ഇക്കണോമിക് പോളിസി കൊണ്ടുവരാണ്. അന്ന് ധനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയായിരുന്നു ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ലക്ഷ്യങ്ങൾ എന്നും കൂടി ഓർത്തു വെക്കണം. അടുത്തത് നമ്മൾ 8th 5-year പ്ലാൻ അഥവാ 8ാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് പഠിക്കുന്നു. 8th പ്ലാന്റെ കാലഘട്ടം 1992 മുതൽ 97 വരെയാണ്. 8ാം പഞ്ചവത്സര പദ്ധതിക്ക് നമ്മൾ വിളിക്കുന്നത് മൻമോഹൻ മോഡൽ എന്നാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 8ാം പഞ്ചവത്സര പദ്ധതിയാണ് ട്ടോ. ഇനി 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? മാനുഷിക വികസനം അഥവാ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ്. മാനുഷിക വികസനം ലക്ഷ്യമാക്കി ഇന്ത്യയിൽ പദ്ധതി വന്നത് എന്നാണ്? 92-97 കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ NSE ഇന്ത്യയിൽ നിലവിൽ വന്നു. അതുപോലെ ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്നു. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് മക്കളെ. അപ്പൊ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വന്നത്, അതുപോലെ തന്നെ ഇന്ത്യ ലോക വ്യാപാര സംഘടന എന്ന് പറഞ്ഞാൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO, ഇന്ത്യ WTO-യിൽ അംഗമായത് ഒക്കെ തന്നെ 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പൊ 8ാം പഞ്ചവത്സര പദ്ധതി മാനുഷിക വികസനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പഞ്ചായത്തി രാജ് എന്നിവ നിലവിൽ വന്നു. ഇന്ത്യ ലോകാരോഗ്യ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടന, ആരോഗ്യ സംഘടന എന്ന് പറഞ്ഞാൽ WHO ആണ്. ലോക വ്യാപാര സംഘടനയിൽ അംഗമായി ഇന്ത്യ. ഇതൊക്കെ ഈ സമയത്ത് പ്രാധാന്യമാണ്. ഇതിനെ മൻമോഹൻ മോഡൽ എന്ന് വിളിക്കുന്നു. ഈ പഞ്ചവത്സര പദ്ധതിയെ നമ്മൾ എന്ത് വിളിക്കുന്നു? മൻമോഹൻ മോഡൽ എന്ന് വിളിക്കുന്നു. നമ്മൾ 6.8%, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 6 കൈവരിച്ചു എന്നൊക്കെ പറഞ്ഞു. 6.8% വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ചു എങ്കിലും 5.6% വളർച്ചാ നിരക്ക് നേടാനേ ഈ പഞ്ചവത്സര പദ്ധതി കാലത്ത് സാധിച്ചു. ഇനി അടുത്തത് പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന എന്ന പദ്ധതി നടപ്പിലാക്കിയത് ഏത് കാലത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാലത്താണ് പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന. അപ്പൊ 8ാം പഞ്ചവത്സര പദ്ധതി 1992-97 കാലഘട്ടത്തിലാണ്. മൻമോഹൻ മോഡൽ എന്ന് വിളിക്കുന്നു. മാനുഷിക വികസനമായിരുന്നു ലക്ഷ്യം. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും പഞ്ചായത്തി രാജും നിലവിൽ വന്നു. WTO-യിൽ ഇന്ത്യ അംഗമായി. 6.8% വളർച്ചാ നിരക്ക് കൈവരിക്കും
കൈവരിക്കാൻ നമ്മൾ ലക്ഷ്യമിട്ടുവെങ്കിലും 5.6 നമുക്ക് കൈവരിക്കാൻ പറ്റിയുള്ളൂ. ഇനി അടുത്തത് എന്താ പറഞ്ഞേ? പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന എന്നറിയപ്പെടുന്നതും 8ാം പദ്ധതിയാണ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് 9th പ്ലാനിനെ കുറിച്ചാണ്. 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതി 1997 മുതൽ 2002 വരെയുള്ള കാലഘട്ടത്തിൽ നിലവിൽ വന്ന പദ്ധതിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 50ാം വാർഷികത്തിൽ 9ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പൊ ജനകീയ പദ്ധതി എന്ന 9ാം പഞ്ചവത്സര പദ്ധതിക്ക് ഒരു പേരുണ്ട്. ഇനി കുടുംബശ്രീ ആരംഭിച്ചത് 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 9 കുടുംബശ്രീ ആരംഭിച്ചത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? രാജ്യത്തിന്റെ, അതായത് ഇന്ത്യയുടെ മൊത്തം സാമ്പത്തിക വളർച്ച. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മൾ 9ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എന്നും കൂടി ഓർത്തു വെക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ വേറെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു ലക്ഷ്യം. ഗ്രാമീണ മേഖലയിലുള്ള വികസനം നമ്മൾ ഇതിന്റെ ലക്ഷ്യമായിട്ട് കണക്കാക്കി. അതിനു വേണ്ടിയിട്ടാണല്ലോ കുടുംബശ്രീ പദ്ധതിയൊക്കെ ആരംഭിച്ചത് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. വളർച്ചാ നിരക്ക് എന്താ പറയുന്നത്? ലക്ഷ്യമിട്ടത് 6.5 പക്ഷെ ഇവിടെയും വളർച്ചാ നിരക്ക് കൈവരിച്ചത് 5.4%. വളരെ കുറച്ച് വളർച്ചാ നിരക്ക് കൈവരിക്കാനേ സാധിച്ചിട്ടുള്ളൂ. ഇനി അടുത്തത് പരീക്ഷയ്ക്ക് കുടുംബശ്രീ ആരംഭിച്ചു. അപ്പൊ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ ശരിക്കും ഉത്തരം 9ാം പഞ്ചവത്സര പദ്ധതി ആണെങ്കിലും പക്ഷേ PSC ആൻസർ കൊടുത്തിരിക്കുന്നത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അത് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. അത് അങ്ങനെയാണ് PSC ഒരു പ്രാവശ്യം ആൻസർ കൊടുത്തത് കേട്ടോ. അപ്പൊ സ്ത്രീ ശാക്തീകരണം ശരിക്കും ലക്ഷ്യമിടുന്നത് അങ്ങനെ ഒരു പ്രാവശ്യം അങ്ങനെ കൊടുത്തു എന്നുള്ളൂ. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും പിന്നീട് അത് ക്യാൻസൽ ചെയ്യുന്ന സന്ദർഭങ്ങളാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. ഇനി ഇന്ത്യ 2ാം ആണവ പരീക്ഷണം നടത്തിയത്. ഇന്ത്യ 2ാം ആണവ പരീക്ഷണം നടത്തിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പൊ 9ാം പഞ്ചവത്സര പദ്ധതി 1997 2002 കാലഘട്ടത്തിലാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 50ാം വർഷം തികഞ്ഞപ്പോൾ ആരംഭിച്ച പദ്ധതിയാണ്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പദ്ധതിയാണ്. കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതിയാണ്. അതുപോലെ തന്നെ ഗ്രാമീണ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ് അല്ലെ. 2ാം ആണവ പരീക്ഷണം നടന്നതും 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പദ്ധതി എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നുവെങ്കിലും PSC ഒരു പ്രാവശ്യം ആൻസർ കൊടുത്തത് 9ാം പഞ്ചവത്സര പദ്ധതിക്ക് പകരം 10 എന്നാണ്. അതും കൂടി ഒന്ന് ഓർത്തു വെച്ചോളൂ നിങ്ങൾ. ഇനി അടുത്തത് 10th പ്ലാൻ ആണ് നമ്മൾ പഠിക്കുന്നത്. 10ാം പഞ്ചവത്സര പദ്ധതി. 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2002 മുതൽ 2007 വരെയാണ്. 2002 മുതൽ 2007 വരെയാണ് കേട്ടോ. ഇനി ഇവിടെ ഇതിന്റെ മുഖ്യ വിഷയം എന്തായിരുന്നു? സ്ത്രീ ശാക്തീകരണമായിരുന്നു. മുഖ്യ വിഷയമാണ് പറയുന്നത്. ഇതിന്റെ മുഖ്യ വിഷയം സ്ത്രീ ശാക്തീകരണമാണ്. അതായത് 10ാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ വിഷയം എന്താണ്? സ്ത്രീ ശാക്തീകരണമാണ്. ഇത് മുഖ്യ വിഷയം സ്ത്രീ ശാക്തീകരണമായിട്ട് എടുക്കാനുള്ള കാരണം 2001 പ്രസിദ്ധീകരിച്ച എന്താണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയാണ്. അതായത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ വന്നപ്പോ സ്ത്രീകളുടെ എന്താ പറയുന്നത് പുരോഗതി ഉണ്ടാകുന്നതിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് നമ്മൾ എന്തിനു ഊന്നൽ കൊടുക്കുകയാണ്? സ്ത്രീ ശാക്തീകരണത്തെ മുഖ്യ വിഷയമായിട്ട് ഈ 10ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് എടുത്തു. അവരുടെ മുഖ്യ വിഷയം ഇതായിട്ട് എടുത്തു എന്നുള്ളതാണ് ഓർത്തു വെക്കേണ്ടത്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താ പറയുക നിങ്ങൾക്ക്? കേരള മോഡൽ വികസന പദ്ധതി എന്ന് വിളിക്കുന്നത് ഇതിനെയാണ്. കേരള മോഡൽ വികസന പദ്ധതി. കേരള മോഡൽ വികസന പദ്ധതി എന്ന് വിശേഷിപ്പിക്കുന്നത് കേരള മോഡൽ വികസന പദ്ധതി എന്ന് വിശേഷിപ്പിക്കുന്നത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. കേരള മോഡൽ വികസന പദ്ധതി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് എന്താ പറയുന്നത്? വളർച്ചാ നിരക്ക് 10ാം പഞ്ചവത്സര പദ്ധതി വളർച്ചാ നിരക്ക് 8.1 ലക്ഷ്യമിട്ടു. പക്ഷെ കൈവരിച്ചത് 7.77%. 7.77% വളർച്ചാ നിരക്ക് കൈവരിച്ചു. എന്തൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും? ഇത് മുഖ്യ വിഷയം സ്ത്രീ ശാക്തീകരണമാണെങ്കിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഗുണമേന്മയുള്ള തൊഴിലവസരങ്ങൾ, അതായത് ആദായകരമായിട്ടുള്ളതും
ഗുണമേന്മയുമായിട്ടുള്ള തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക. ആദായകരം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? നല്ല സാലറി ഒക്കെ കിട്ടുന്ന, നല്ല ക്വാളിറ്റി ഉള്ള തൊഴിലവസരങ്ങൾ ആൾക്കാർക്ക് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 10ാം പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നു. പക്ഷെ മുഖ്യ വിഷയം സ്ത്രീ ശാക്തീകരണമാണ്. ആ മുഖ്യ വിഷയം സ്ത്രീ ശാക്തീകരണമായി എടുക്കാൻ കാരണം 2001 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയാണ്. കേരള മോഡൽ വികസന പദ്ധതി എന്നത് അറിയപ്പെടുന്നു. 2002-2007 കാലഘട്ടത്തിലാണ് ഇത് നിലവിൽ വന്നത്. 7.7% വളർച്ചാ നിരക്കാണ് കൈവരിച്ചത്. ക്ലിയർ ആയില്ലേ മക്കളെ? ഇനി 10 കഴിഞ്ഞാൽ അടുത്ത പഞ്ചവത്സര പദ്ധതി 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. 11th പ്ലാൻ 11ാം പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 വരെയുള്ള കാലഘട്ടത്തിൽ 11ാം പഞ്ചവത്സര പദ്ധതി വന്നു. ഇതിന്റെ ലക്ഷ്യം നിങ്ങൾ നോക്കുക, ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നാ പറയണേ. എന്താ ഇൻക്ലൂസീവ് ഗ്രോത്തിന്റെ മീനിങ് എന്നറിയോ നിങ്ങൾക്ക്? ഇൻക്ലൂസീവ് ഗ്രോത്ത് പറഞ്ഞ സമഗ്ര വികസനം. ആരുടെ? എല്ലാ ജനവിഭാഗങ്ങളുടെയും എല്ലാ ജനങ്ങളുടെയും സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് നിലവിൽ വന്ന പദ്ധതിയാണ് 11ാം പഞ്ചവത്സര പദ്ധതി ട്ടോ. ആധാർ പദ്ധതിയൊക്കെ നടപ്പിലാക്കിയത് ഈ കാലത്താണ്. ആധാറൊക്കെ നടപ്പിലാക്കിയത് എന്ന് ഓർത്തു വയ്ക്കുക. ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് ഉണ്ടായത് ഇവിടെയാണ്. കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് 11ാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു. ശരാശരി വളർച്ചാ നിരക്ക് എത്രയാണെന്ന് അറിയോ നിങ്ങൾക്ക്? പദ്ധതി കൈവരിച്ചത് 8%. ഇത്രയും നേരം നമ്മൾ പറഞ്ഞില്ല അല്ലെ 8 എന്നുള്ളത്. അപ്പോ എന്താ പറയാ, 8% വളർച്ചാ നിരക്ക് കൈവരിച്ചു എന്നും കൂടി ഓർക്കുക. അപ്പൊ 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഇൻക്ലൂസീവ് ഗ്രോത്ത് അഥവാ സമഗ്ര വികസനമാണ്. എല്ലാ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണ്. ആധാർ പദ്ധതി നിലവിൽ വന്നു. ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് കൈവരിച്ച പദ്ധതിയാണ്. 8% കൈവരിച്ചു. ഇനി 12ാം പഞ്ചവത്സര പദ്ധതി, ഇതോടുകൂടി പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന പരിപാടി അവസാനിക്കുകയാണ്. ആസൂത്രണ കമ്മീഷന് പകരം നീതി ആയോഗ് നിലവിൽ വരികയാണ് അല്ലെ. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പൊ 2012 മുതൽ 2017 വരെയുള്ള കാലഘട്ടത്തിലാണ് 12ാം പഞ്ചവത്സര പദ്ധതി. 2012-17 കാലയളവിലാണ്. ഈ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം എന്താണ്? സുസ്ഥിര വികസനം. തെറ്റിക്കരുത് ട്ടോ മക്കളെ. നേരത്തെ സമഗ്ര വികസനം എന്നാ പറഞ്ഞത്, ഇവിടെ എന്താ പറഞ്ഞത്? സുസ്ഥിര വികസനമാണ്. എന്താ ലക്ഷ്യം? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? സുസ്ഥിര വികസനം. നേരത്തെ ഇൻക്ലൂസീവ് ഗ്രോത്ത്, സമഗ്ര വികസനം അല്ലെ. ഇവിടെ സുസ്ഥിര വികസനം എന്നാ പറയുന്നത്. ഇനി എന്താ പറയുന്നത്? കാർഷിക മേഖലയില് എന്താ പറയാ, നമ്മള് വളർച്ചാ നിരക്ക് 4% പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ 2012 ഡിസംബർ 27-ന് ദേശീയ വികസന സമിതി അനുവദിച്ച വളർച്ചാ നിരക്ക് 8%. 8.2% നമ്മൾ വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ടുവെങ്കിലും നമുക്ക് ഇവിടെയും എത്ര ശതമാനം കിട്ടി? 8% കിട്ടി. കാർഷിക മേഖലയിൽ നിങ്ങൾ നോക്കണ്ട, ഇത് മാത്രം നോക്കിയാൽ 8%. അപ്പൊ 2 8% വെച്ച് കിട്ടിയെന്ന് ഓർക്കാം. ഇത് 2 കാര്യം മാത്രം ഓർത്താൽ മതി. ഒന്ന് സുസ്ഥിര വികസനം, അടുത്തത് 8%. കാലയളവ് പിന്നെ ഓർഡർ വെച്ച് ഇങ്ങനെ പഠിക്കണം കേട്ടോ. പ്ലാൻ ഹോളിഡേ വന്നതും ആനുവൽ പ്ലാൻ വന്നതും ഒക്കെ അറിയണം. എന്നാലാണ് നമുക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ കണ്ടോ, നല്ലൊരു ടോപ്പിക് കഴിഞ്ഞില്ലേ പഞ്ചവത്സര പദ്ധതി. ഭംഗിയായിട്ട് പഠിക്കാം കേട്ടോ എല്ലാവരും. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.